ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ 5 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു ബാങ്കിന്റെ ലോണിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക, എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ, ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്, ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ്, ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു വായ്പ വേണ്ട ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ നിങ്ങൾക്ക് എത്ര രൂപയാണ് വായ്പ വേണ്ടത് എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒന്നും ഫേക്ക് അല്ല. അവരുടെ വെബ്സൈറ്റിലുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളോട് കള്ളം പറയേണ്ട ഒരു കാര്യം എനിക്കില്ല. ഒരുപാട് ആളുകൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വായ്പ എടുത്തിട്ടുണ്ട്, തിരിച്ചടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വായ്പ എടുത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന് താഴെ എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഈ ഒരു ബാങ്ക് ഏതാണ് നമുക്ക് നോക്കാം. IDBI ബാങ്ക് ആണ് നമുക്ക് ഈ ഒരു വായ്പ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം. ഇത് ഗൂഗിൾ ബ്രൗസറാണ്. നമ്മളിവിടെ IDBI പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ലോണിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ്. ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് www.idbibank.in എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ പേഴ്സണൽ ലോൺ IDBI ബാങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വെബ്സൈറ്റിലേക്കാണ് വന്നത്. ഇതാണ് ഇവരുടെ വെബ്സൈറ്റ്. സെലിബ്രേറ്റിംഗ് 60 ഇയേഴ്സ്, 60 വർഷമായിട്ടുണ്ട് ഇവരുടെ ഈ ഒരു കമ്പനി. 1964 ഇത് ഈ ഒരു IDBI ബാങ്ക് നിലവിൽ വന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിത് നോക്കാൻ പോകുന്നത് ഇവരുടെ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ്. അക്കൗണ്ട്സ്, കാർഡ്സ്, ലോൺസ്, ഇൻവെസ്റ്റ്മെന്റ്, ടാക്സ് പേയ്മെന്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഈ മുകളിലായിട്ട് കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോൺസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ലോൺസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഹോം ലോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ലോണ്, എഡ്യൂക്കേഷൻ ലോണ്, പേഴ്സണൽ ലോണ്, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ്. നമുക്ക് നോക്കുന്നത് എന്താ, ഈ പേഴ്സണൽ ലോണാണ്. നമ്മൾ പേഴ്സണൽ ലോൺ പരിശോധിക്കുന്ന സമയത്തിന് 2 തരം ലോണുകൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഒന്ന് സാധാ പേഴ്സണൽ ലോണ്, മറ്റൊന്ന് ഡിജിറ്റൽ പേഴ്സണൽ ലോണ്. ഡിജിറ്റൽ പേഴ്സണൽ ലോൺ എന്താണെന്ന് വെച്ചാൽ 3 ലക്ഷം രൂപ വരെയാണ് വായ്പ നൽകുന്നത്. മറ്റേ സാധാരണ ലോണാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ വായ്പ നൽകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ 2 ലോണുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. IDBI ബാങ്ക് പേഴ്സണൽ ലോൺ ഫോർ എനി നീഡ് ഓവർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലോണ് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാന്ന് വെച്ചാൽ, മെഡിക്കൽ എമർജൻസി എന്ന് വെച്ചാൽ നമുക്ക് മെഡിക്കൽ എമർജൻസി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വായ്പ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഹോം റിനോവേഷൻ, വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക്. മാരേജ് ഇൻ ഫാമിലി, നമ്മുടെ വീട്ടിലുള്ള കല്യാണ ആവശ്യങ്ങൾക്ക്, വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. മാനേജിങ് മാർജിൻ മണി, ട്രാവൽ ആവശ്യങ്ങൾക്ക്. അർജന്റ് എഡ്യൂക്കേഷൻ നീഡ്സ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി. അർജന്റ് ഹോസ്പിറ്റൽ എക്സ്പെൻസ്, നമ്മളെ ഹോസ്പിറ്റൽ കേസൊക്കെ വരികയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ എയർനെസ്റ്റ് മണി ഫോർ ലാൻഡ്, നമുക്ക് ഭൂമി വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വായ്പ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ടൈപ്സ് ഓഫ് പേഴ്സണൽ ലോൺ. പേഴ്സണൽ ലോൺ ടു സാലറീഡ് ഇൻഡിവിജ്വൽസ്, പെൻഷനേഴ്സ്. നമ്മളിപ്പോൾ സാലറി വാങ്ങുന്ന ആളുകൾക്കും അതുപോലെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള വായ്പ വരുന്നുണ്ട്. ഈ ഒരു വായ്പ സാലറി വാങ്ങുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക്, പിന്നെ അതുപോലെ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകൾക്കെല്ലാം എന്ത് ചെയ്യും, ഈ ഒരു വായ്പ ലഭിക്കും. പക്ഷെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് പേഴ്സണൽ ലോൺ ടു സാലറീഡ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പെൻഷനേഴ്സ്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഇതിന്റെ എലിജിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾ സാലറീഡ് കസ്റ്റമേഴ്സ് ഹാവിംഗ് കോർപ്പറേറ്റ് സാലറി അക്കൗണ്ട് വിത്ത് IDBI ബാങ്ക്, ഓൾ കൺഫേംഡ്
പെർമനൻറ്റ് എംപ്ലോയീസ് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ PSU ഡിപ്പാർട്ട്മെൻറ്റ്, മൾട്ടിനാഷണൽ കമ്പനീസ്, ലിസ്റ്റഡ് കമ്പനീസ്, റെപ്യൂട്ടഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് വിത്തൗട്ട് എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് IDBI ബാങ്ക്, ഓൾ പെൻഷനേഴ്സ് ഹാവിംഗ് അക്കൗണ്ട് വിത്ത് IDBI ബാങ്ക്. അപ്പോൾ പെൻഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ സാലറി വാങ്ങുന്ന ആളുകളാണെങ്കിൽ IDBI ബാങ്കിൽ സാലറി അക്കൗണ്ടുള്ള ആളുകൾക്ക്, പിന്നെ അതല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ്, കേന്ദ്ര സർക്കാരിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിലോ അതല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു വായ്പ നൽകുന്നതാണ്. മിനിമം സാലറി അല്ലെങ്കിൽ പെൻഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഒരു വർഷം 1,80,000 മുകളിൽ വരുമാനമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വായ്പ നൽകുന്നത്. പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണെങ്കിൽ 1,80,000 മുകളിൽ പെൻഷൻ വാങ്ങണം. അതല്ലെങ്കിൽ സാലറി വാങ്ങുന്ന ആളാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 1,80,000 മുകളിൽ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുക, ഇവർ ഈ ഒരു വായ്പ നൽകുക. പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ട്. മിനിമം 21 വയസ്സാണ്, മാക്സിമം 60 വയസ്സ്. 21 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഈ ഒരു വായ്പ നൽകുന്നത്. ഫോർ പെൻഷനേഴ്സ്, പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണെങ്കിൽ മിനിമം ഏജ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് പെൻഷൻ വാങ്ങി തുടങ്ങുന്ന ആള് മാക്സിമം 75 വയസ്സ് വരെയാണ്. ഈ ഒരു ലോണിന്റെ തിരിച്ചടവ് കാലാവധി 12 മാസം മുതൽ 60 മാസം വരെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോൺ എമൗണ്ട് മിനിമം എമൗണ്ട് 25,000 രൂപ, മാക്സിമം എമൗണ്ട് 3 ലക്ഷം. പെൻഷനേഴ്സിനാണെങ്കിൽ 3 ലക്ഷം രൂപ, അല്ലാത്ത സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ വായ്പ നൽകുന്നതിന്. ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫിക്സഡ് റേറ്റ് ആണ്. പ്രോസസ്സിംഗ് ഫീസ് ആണെങ്കിൽ 1% സബ്ജക്ട് ടു മിനിമം 2,500 പ്ലസ് ആപ്ലിക്കബിൾ ടാക്സസ്, വിത്ത് ടാക്സ് ആണ്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ടു സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കുള്ള പേഴ്സണൽ ലോൺ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നോക്കാം. ഇതിൻ്റെ എലിജിബിലിറ്റി, സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് ഹാവിംഗ് അസറ്റ് അല്ലെങ്കിൽ ലേബിലിറ്റി റിലേഷൻഷിപ്പ് വിത്ത് IDBI ബാങ്ക്, മിനിമം ഇൻകം 3,60,000 രൂപ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക്. ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 25 വയസ്സ്, മാക്സിമം 65 വയസ്സ്. ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് 12 മാസം മുതൽ 60 മാസം വരെയാണ്. ലോൺ എമൗണ്ട് വരുന്നത് 25,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഫിക്സഡ് ആണ്. പിന്നെ പ്രോസസ്സിംഗ് ഫീസ് നേരത്തെ പറഞ്ഞതുപോലെ 1%. പിന്നെ നമുക്ക് ഇതിലേക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ രേഖകളാണ് വേണ്ടത് നമുക്ക് നോക്കാം. നമ്മളിതിന് അപേക്ഷ നൽകുന്ന സബ്മിറ്റ് ഐഡന്റിറ്റി ആൻഡ് റെസിഡൻസ് പ്രൂഫ്, പിന്നെ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് വേണം, ഫോം നമ്പർ 16 വേണം, ലാസ്റ്റ് 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇതിന് വേണം. ഇത്രയും കാര്യങ്ങളാണ് എന്ത്, ഈ ഒരു ലോണിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ നൽകേണ്ട രേഖകൾ. പിന്നെ നമുക്ക് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ IDBI ബാങ്ക് പേഴ്സണൽ ലോൺ ഫോർ എനി നീഡ്സ്, നമുക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത്. നമുക്കിവിടെ ജസ്റ്റ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ ഡിജിറ്റൽ പേഴ്സൺ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 2 ലോണുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, 5 ലക്ഷം രൂപ വരെയുള്ളയും പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ 3 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ നമ്മൾ പരിചയപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 3 ലക്ഷം രൂപ വരെയുള്ള പേഴ്സണൽ ലോണാണ് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ. അതിന് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സാണ് വേണ്ടത് നമുക്ക് നോക്കാം. വാലിഡ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, പിന്നെ അതുപോലെ തന്നെ ആധാർ ആൻഡ് ലിങ്ക്ഡ് മൊബൈൽ നമ്പർ, നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാണ്. വാലിഡ് പാൻ നമ്പർ. പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതിന് സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ് അവസാനത്തെ 6 മാസത്തെ. പിന്നെ ITR അടയ്ക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഫില്ലിംഗ് ക്രെഡൻഷ്യൽ ഓർ ഡിജിറ്റൽ ITR റിട്ടേൺസ് ഫോർ ലാസ്റ്റ് 2 years, 2 വർഷത്തെ ITR അടയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് വേണം. പിന്നെ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ലോൺ ഓഫർ 50,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ് ഇതിന് വായ്പ നൽകുന്നത്. ഇതിന് പലിശ നിരക്ക് വരുന്നത് 11% മുതൽ 13.25% വരെയാണ്. ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് 12 മാസം മുതൽ 60 മാസം വരെയാണ്. പിന്നെ APR ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് 11% പ്ലസ് പ്രോസസ്സിംഗ് ഫീസാണ്, 1% പ്രോസസ്സിംഗ് ഫീസ് വരുന്നത്. പിന്നെ GST 12%, സ്റ്റാമ്പ് ഡ്യൂട്ടി 0.1%. ഡിസ്ബേഴ്സ്മെന്റ് ഡയറക്ട്ലി SB അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് വിത്ത് ദ ബാങ്ക്. പിന്നെ കോൺടാക്ട്ലെസ് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ ഉണ്ട്. ആ ലോണിനും 50,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ്.
11% മുതൽ 5.50% വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ലോൺ റീപേയ്മെൻറ്റ് പീരീഡ് 60 മാസമാണ്. 12 മാസം മുതൽ 60 മാസം വരെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ APR ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് മിനിമം 11% പ്ലസ് പ്രോസസ്സിംഗ് ചാർജ് അത് 1% പ്ലസ് GST 12% പ്ലസ് സ്റ്റാമ്പ് ഡ്യൂട്ടി 1%. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ലോണിന് വേണ്ടി അങ്ങനെ അപ്ലൈ ചെയ്യണം നമുക്ക് നോക്കാം. അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗം ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്. നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ OTP എന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും. നമുക്ക് ഒരു ലോൺ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക. ലോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല, തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാകും, പ്രശ്നമാകും. അതുകൊണ്ട് ലോൺ എടുക്കുകയാണെങ്കിൽ തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാൻ ശ്രമിച്ചാൽ മതി. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ലോണിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.